ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെയ്നീഷ്യൻ തിയറിയുടെ നാലാമത്തെ ഭാഗമാണ്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ സെക്ടർ. എന്താണ് ഈ കെയ്നീഷ്യൻ തിയറിയുടെ എക്സ്റ്റേണൽ സെക്ടർ? എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്താൻ പോകുന്നത്? ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വി ഹാവ് നോട്ട് ഡിസ്കസ്ഡ് അബൌട്ട് ദി ഓപ്പൺ ഇക്കോണമി ആസ് സച്ച്. കാരണം നമ്മൾ പ്രൈവറ്റ് സെക്ടർ, അതേപോലെ തന്നെ ഫേംസ്, മൂന്നാമത് ഗവൺമെന്റ് സെക്ടറും കൂടെ ഉൾപ്പെട്ടപ്പോൾ സ്റ്റിൽ നമ്മുടെ ഇക്കോണമി വാസ് കൺസിഡേർഡ് ആസ് നോട്ട് ആൻ ഓപ്പൺ ഇക്കോണമി. അപ്പോൾ എപ്പോഴാണ് ഇക്കോണമി ഓപ്പൺ ആവുന്നത്? ഈ 4 സെക്ടേഴ്സും ഉൾപ്പെടുമ്പോഴാണ് നമ്മുടെ ഇക്കോണമി ഓപ്പൺ ആവുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾക്ക് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾക്ക് നോക്കേണ്ടത്, ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇത്രയും നാള് പഠിച്ച ഈ കെയ്നീഷ്യൻ മോഡൽ എന്തുമാത്രം നമുക്ക് റീകളക്ട് ചെയ്യാൻ സാധിക്കും. ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. അത് ഇറ്റ് വിൽ ഗീവ് എ ഡെഫിനറ്റ്ലി നല്ലൊരു ഇൻസൈറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ആദ്യമായിട്ട് പറയുകയാണ്, യൂണിറ്റ് 4 തൊട്ടാണ് നമ്മൾ കെയ്നീഷ്യൻ മോഡലിലേക്ക്, അതിനു മുമ്പ് കൺസെപ്റ്റുകളും അതുപോലെ തന്നെ 2 സെക്ടർ ഇൻകം ഫ്ലോ, 3 സെക്ടർ ഇൻകം ഫ്ലോ, 4 സെക്ടർ ഇൻകം ഫ്ലോ, ഓപ്പൺ ഇക്കോണമി ഇൻകം ഫ്ലോ, ഇതെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഗവൺമെന്റ് സെക്ടറിൽ ഉൾപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിനും അഗ്രിഗേറ്റ് ഔട്ട്പുട്ടിനും എന്ത് സംഭവിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. കാരണം നമ്മൾ പറഞ്ഞു യൂണിറ്റ് 4 ആണ് നമ്മൾ പ്രധാനമായിട്ട് കെയ്നീഷ്യൻ തിയറിയിലേക്ക് നമ്മൾ കാൽവെക്കുന്നത്. ആ യൂണിറ്റ് 4 നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ വ്യൂ ആണ്. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ കണ്ടത് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട്, പ്രൈസ് ലെവൽ, അതുപോലെ തന്നെ വേജ് റേറ്റ്, ഇതെല്ലാം എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ യൂണിറ്റിൽ തന്നെ നമ്മൾ യൂണിറ്റിന്റെ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ കെയ്നീഷ്യൻ ഇക്കണോമിക് സിസ്റ്റം ഓൾസോ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ഒരു കമ്പാരിസൺ നടത്തി, ക്ലാസിക്കൽ ഇക്കോണമിക് സിസ്റ്റവും കമ്പാരിസൺ നടത്തുകയും ചെയ്തു. അതിനകത്ത് ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ. ക്ലാസിക്കൽ ഇക്കോണമിക് സിസ്റ്റവും അതുപോലെ കെയ്നീഷ്യൻ ഇക്കണോമിക് സിസ്റ്റം തമ്മിൽ എന്തുമാത്രമാണ് വ്യത്യാസങ്ങൾ എന്ന് നമ്മൾ കാണുകയും ചെയ്തു. ഇനി അടുത്ത യൂണിറ്റിലേക്ക് കയറിയപ്പോൾ, യൂണിറ്റ് 5ലേക്ക് കയറിയപ്പോൾ നമ്മളുടെ കെയ്നീഷ്യൻ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് നമ്മൾ വിട്ടുകൊണ്ട് കെയ്നീഷ്യൻ ഇക്കണോമിക് സിസ്റ്റം നമ്മൾ ഉൾപ്പെടുത്തുകയും വി എലാബറേറ്റഡ് ദ കെയ്നീഷ്യൻ സിസ്റ്റം ഓഫ് എങ്ങനെയാണ് ഔട്ട്പുട്ട് മൊത്തം ഉൽപാദനം ഡിറ്റർമിൻ ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മൾ പറഞ്ഞു വി സ്റ്റാർട്ടഡ് വിത്ത് 2 സെക്ടർ മോഡൽ, അതിനുശേഷം 3 സെക്ടർ മോഡൽ, then now we have come to the open economy. അപ്പോ ഇവിടെ ആദ്യത്തെ 2 സെക്ടർ മോഡലിൽ നമ്മൾ 2 ഘടകങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയത്. ഒന്ന് സ്വകാര്യ മേഖല, പിന്നെ രണ്ടാമത് ഹൗസ് ഹോൾഡ് സെക്ടർ. അപ്പൊ ഇതിനെ പറഞ്ഞത് 2 സെക്ടർ മോഡൽ എന്ന് പറയും, ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്. അപ്പൊ firms എന്താണ്? They are in the private sector and their main responsibility is to carry out production. Then ഈ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് സെക്ടർ they will have to incur a lot of investment by way of capital goods. നിക്ഷേപം നടത്തണം. റോ മെറ്റീരിയൽസ്, മറ്റ് സാധനങ്ങൾ മാത്രമല്ല, നമുക്ക് മെഷീനറി മേടിക്കണം, ക്യാപിറ്റൽ ഗുഡ്സ് മേടിക്കണം. അപ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടർ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ദേ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രൈവറ്റ് സെക്ടർ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഹൗസ് ഹോൾഡ് സെക്ടർ എന്താണ് ചെയ്യുന്നത്? ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അവർ വിവിധ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥരാണ്. ദേ മെയിൻലി പ്രൊവൈഡ് ലേബർ ഇൻപുട്സ് ടു ദ കമ്പനികൾ ആൻഡ് അത് ഇൻ ടേൺ അവർക്ക് അതനുസരിച്ച് വേജസ് കിട്ടുകയും ചെയ്യും. നമ്മൾക്കറിയാം, വരുമാനം ജനറേറ്റ് ചെയ്താൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾക്ക് ചെലവുണ്ടാവുകയുള്ളൂ. അപ്പോ വരുമാനം കിട്ടുന്നത് എങ്ങനെയാണ്? ദ ഓണേഴ്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അവര് ദേ വിൽ കോൺട്രിബ്യൂട്ട് ടു ദ ഫാംസ്.
by way of land, labor, capital, organization, whatever it is. And അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൻഡ് ഈ ഇൻകം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ കുടുംബങ്ങളോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡുകളോ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപാദനം സാധന സേവനങ്ങൾ അവർ കൺസ്യൂം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ there is no leakages, there is a circular flow of income and output. എന്തെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു അതെല്ലാം ഈ കൺസ്യൂമേഴ്സ് തന്നെ അത് മേടിച്ച് തീർക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് അതിന്റെ യൂണിറ്റ് 2 നമ്മൾ കണ്ട്. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ്, കെയ്നീഷ്യൻ തിയറിയുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ദ സിസ്റ്റം. അതിന് പ്രധാനമായിട്ട് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് 2 സെക്ടർ മോഡലാണ്. അപ്പോൾ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഗവൺമെന്റ് സെക്ടറും നെറ്റ് എക്സ്പോർട്സും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു ഡിമാൻഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കെയ്നീഷ്യൻ സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മളുടെ ഡിമാൻഡാണ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, കെയ്നീഷ്യൻ തിയറി വിത്ത് ക്ലാസിക്കൽ തിയറി ആയിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു they get in return, they get income, and with that income they purchase various goods and services produced in an economy. അപ്പോൾ അതാ പറഞ്ഞത് nothing to worry about, don't wait for the demand, you supply, so supply will create its own demand. പക്ഷെ കെയ്ൻസ് പറയുന്നത് അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഡിമാൻഡ് വിൽ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ സപ്ലൈ. When people started demanding various goods and services, മനസ്സിലായോ, എപ്പോഴാണ് ലാപ്ടോപ്പും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്? when people started demanding it. മനസ്സിലായോ, വിവിധ തരത്തിലുള്ള മൊബൈൽ ഫോൺസുകൾ, ഐഫോണുകൾ, വിവിധ തരത്തിലുള്ള മൊബൈൽ ഫോൺസുകൾ, ഇതെല്ലാം എപ്പോഴാണ്? നേരത്തെ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. ഇത് എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്? വെൻ പീപ്പിൾ സ്റ്റാർട്ട് ഡിമാൻഡിങ്. അത്രയും നാള് ഞാൻ വേറൊരു കാര്യം പറഞ്ഞ, അത്രയും നാള് ഏറ്റവും കൂടുതലായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘാടകര് അവര് കൂടുതലായിട്ടും പണ്ടത്തെ ചെറിയ റേഡിയോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, ഇതെല്ലാമാണ് അവർ ഉൽപ്പാദിപ്പിച്ചത്. കാലം മാറി, മനസ്സിലായോ? കാലം മാറിയപ്പോൾ മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡ്, ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അവര് ഈ പ്രൈവറ്റ് സെക്ടർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. സോ വാട്ട് എവർ ഈസ് ഡിമാൻഡഡ്, ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഗെറ്റ്സ് സപ്ലൈഡ്, ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് സപ്ലൈ. ദെൻ the equality between aggregate demand and aggregate supply determines the equilibrium level of output in the Keynesian system. മറക്കരുത്, the equality between aggregate demand and aggregate supply. എവിടെയാണെങ്കിലും ഡിമാൻഡ്, ഇവിടെ മാത്രമേ ചെയ്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇസ് ദ equilibrium. The two forces of demand and supply creates the equilibrium. ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, അഗ്രിഗേറ്റ് നമ്മുടെ കൂട്ടിട്ട് അഗ്രിഗേറ്റ് സപ്ലൈ determines the equilibrium level of output in the Keynesian system. അപ്പൊ നമ്മൾ ഇവിടെ കെയ്നീഷ്യൻ ക്രോസ് 2 പ്രാവശ്യം നമ്മൾ കെയ്നീഷ്യൻ ക്രോസിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. അറ്റ് ദ 45-degree line in the Keynesian cross diagram ensures that there is always equality between aggregate demand and aggregate supply. അപ്പൊ കെയ്നീഷ്യൻ ക്രോസ് ലൈനിന്റെ പ്രത്യേകത എന്താണ്? it ensures that there is equality between, എപ്പോഴും equality, aggregate ഡിമാൻഡും aggregate സപ്ലൈയും ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. ദെൻ വേറെ 2 പ്രധാനപ്പെട്ട കെയ്നീഷ്യൻ മോഡൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് അറിയണം. ഏതൊക്കെയാണ്? ഒന്ന്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടും അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് സച്ച് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കുഡ് ബി ത്രൂ എനി ഓഫ് ദ ഇക്കണോമിക് ഏജൻസ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ഏജന്റും നമ്മളുടെ 2 സെക്ടർ മോഡലിൽ നിന്ന് 3 സെക്ടർ മോഡൽ ആയപ്പോൾ there was a complete change in the equilibrium output. There was also complete change in the equilibrium aggregate demand. അഗ്രിഗേറ്റ് ഡിമാൻഡിലും അഗ്രിഗേറ്റ് സപ്ലൈയിലും ഗണ്യമായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. കാരണം പുതിയൊരാളും കൂടെ വരികയാണ്, ഈസ് ഹിയർ ടു കൺസ്യൂമർ. So aggregate demand, യഥാർത്ഥത്തിൽ there is an increase in aggregate demand due to the presence of a new agent. അപ്പൊ അതനുസരിച്ച് there will be also an increase in aggregate demand which will lead to an increase in equilibrium output level. Then increase in demand could be through any of these economic agents.
But demand വർദ്ധിക്കാനുള്ള കാരണം ഏതെങ്കിലും ഈ ഏജന്റുമാർ കൂടുതൽ മേടിക്കുന്നത് കൊണ്ടാണ്. ഏതൊക്കെയാണ് ഏജന്റുമാർ? ഒന്നില്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സുകൾ, ബിക്കോസ് ഓഫ് ബെറ്റർ ലെവൽ ഓഫ് ഇൻകം they may change it to branded commodities. Inferior goods ആയിരിക്കും അവർ കഴിച്ചിരുന്നത്. പക്ഷെ മനസ്സിലായോ? അതെല്ലാം മാറി they will go for branded goods. 3 പ്രധാനപ്പെട്ട എക്കണോമിക് ഏജൻസ് ഉണ്ട് ഈ ഡിമാൻഡ് വർദ്ധിക്കാനായിട്ടുള്ള കാരണം. ഒന്ന് ഹൗസ് ഹോൾഡുകൾ, രണ്ടാമത് കമ്പനികൾ, മൂന്നാമത് ഗവൺമെന്റ്. മനസ്സിലായോ? ഡിക്രീസ് ഇൻ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലീഡ്സ് ടു എ ഫോൾ ഇൻ ദ ലെവൽ ഓഫ് ഓർഡർ. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും ഗണ്യമായിട്ട് കുറവ് വരും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയാലും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടാകുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, അപ്പോൾ നമ്മൾ പറഞ്ഞു 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കെയ്നീഷ്യൻ മോഡലിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എന്താണ്? ആദ്യത്തെ നമ്മൾ പറഞ്ഞു, സെക്കൻഡ്, the value of marginal propensity to consume. What is marginal propensity to consume? Keywords are ഇതൊന്നും മറക്കരുത്. That part of the increase in income which the consumers are likely to save. That part of the increase in income, it is very seldom that the increase in income, the entire income is actually being spent on various goods and services. There are people who actually save. They may not save the entire increase in income, but that part of income which is actually being consumed is known as a marginal propensity to consume. That is also the value of marginal propensity to consume is also very, very important. Then higher value of MPC, marginal propensity to consume. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അതൊരു ലാറ്റിൻ ഫ്രേസ് ആണത്. Ceteris paribus. Demand other things remaining the same. Ceteris paribus means other things remaining the same. മറ്റ് കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല എങ്കിൽ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇതാണ് നമ്മൾ ആദ്യത്തെ മൈക്രോ ഇക്കണോമിക്സിൽ ഞാൻ പറഞ്ഞതാണ്. സെക്ടറിസ് പാരിബസ് എക്സെട്ര എന്ന് പറയും. ആൻഡ് അതർ തിങ്സ്. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാതിരിക്കുന്നതുകൊണ്ട് ETC എന്ന് പറഞ്ഞിട്ടും. ഇതാണ് ഈ പറഞ്ഞത്. എറ്റ് മീൻസ് ആൻഡ്, അതേഴ്സ്, സെട്ര മീൻസ് അതേഴ്സ്. അപ്പൊ മറ്റ് കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ലെങ്കിൽ അപ്പോ a higher value of MPC, that is paribus ceteris, leads to higher level of equilibrium output due to the multiplier effect. അപ്പൊ a higher MPC കൂടുതലാണെങ്കിൽ it will lead to a higher level of equilibrium output. കാരണം എന്താണ്? Because of the multiplier effect. നമ്മൾ എന്താണ് multiplier effect എന്ന് നമ്മൾ കെയ്നീഷ്യൻ മോഡലിൽ നമ്മൾ കണ്ടതാണ്. സോ ലോവർ വാല്യൂ, അതിന്റെ റിവേഴ്സ് വരും. Lower value of MPC, other things remaining the same, paribus ceteris, it will lead to a lower level of equilibrium output. അതൊരു ലോജിക് ആണ്. A higher level of MPC, it will lead to a higher level of equilibrium output due to the multiplier effect. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. എപ്പോഴാണ്? A lower level of MPC, other things remaining the same, implies a lower level of equilibrium output. ഇനി നമ്മൾ ഇന്നലെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മോഡ്യൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. വേർ വി ഇൻട്രൊഡ്യൂസ് another agent, that is the government. Apart from the private sector, that is the firms, apart from the households, now we are going to include into the Keynesian economic system the third economic agent, that is known as the government. ഗവൺമെന്റിന്റെ പ്രധാനമായിട്ട് 3 പ്രധാനപ്പെട്ട പങ്കാണ് ഗവൺമെന്റിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമുക്കറിയാലോ, രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ പണം വേണം. ധാരാളം ഓഫീസേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ജീവനക്കാരുണ്ട്. അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം. മനസ്സിലായോ? രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. നല്ല റോഡുകൾ ഉണ്ടാക്കണം. മനസ്സിലായോ? എയറോഡ്രോമുകൾ, റോഡുകൾ, പോർട്ടുകൾ, ജെട്ടികൾ, അതേപോലത്തെ വികസന പ്രവർത്തനങ്ങൾ. പവർ ജനറേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ജനറേഷൻ, internet development, developing internet, all these things are actually the responsibility of the network, not internet means network program. All these things are the responsibility of the government. Then
രണ്ടാമത്തേത് it provides subsidies. ധാരാളം ആളുകൾക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, പെൻഷൻ കൊടുക്കുന്നുണ്ട്, സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്, എയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട റോളാണ്. മൂന്നാമത് ഗവൺമെന്റ് ഓൾസോ ക്യാരീസ് ഔട്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അപ്പൊ 3 റോള്. ഒന്ന് ടാക്സ് കളക്ട് ചെയ്യുക. ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെന്റ് ഫോർ വിച്ച് ദർ ഈസ് നോ ക്വിഡ് പ്രോ കോ, QUO, ക്വിഡ്, QUID, ക്വിഡ് പ്രോ കോ. അതായത് ടാക്സ് കളക്ട് ചെയ്യുന്ന ഗവൺമെന്റ് തിരിച്ച് നേരിട്ട് അയാൾക്കൊന്നും കൊടുക്കുന്നില്ല. ഗവൺമെന്റ് ചിലപ്പോൾ ഒരു വാട്ടർ ടാപ്പ് വെക്കും, അല്ലെങ്കിൽ നല്ല റോഡ് വെക്കും, റോഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇടും. അവിടെ ടാക്സ് കൊടുക്കുന്നവനും കൊടുക്കാത്തവനും ഒരേപോലെ തന്നെ ഉപയോഗിക്കാം. ഞാനാണ് ഈ പ്രദേശത്ത് കൂടുതൽ ടാക്സ് കൊടുക്കുന്നത്, അപ്പൊ എനിക്ക് ഇവിടെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ ആർക്കും ഗവൺമെന്റ് സമീപിക്കാൻ പറ്റില്ല. എവരിബഡി ഈസ് ഈക്വൽ ഇൻ ദിസ് കേസ്, എവരിബഡി ഈസ് ഈക്വൽ. ബട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഇറ്റ് ക്യാരീസ് ഔട്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. രണ്ടാമതായിട്ട് സബ്സിഡി കൊടുക്കുന്നു. മൂന്നാമതായിട്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അപ്പൊ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ the money will reach into the hands of the people. It does not disappear into thin air. Money will, when the government expenditure വർദ്ധിക്കുമ്പോൾ that will reach the people by different ways, either by rent or interest or whatever it is. So അപ്പൊ എന്താണ്? അപ്പൊ when there is an increase in government expenditure, that is G, there is also an increase in aggregate demand in the economy. കാരണം എന്താണ്? The income is generated into the, or income is transferred into the hands of the people, and therefore there is an increase in demand, aggregate demand. അപ്പോ aggregate demand വർദ്ധിക്കുന്ന സമയത്ത് എന്താണ്? There will be an increase in equilibrium output also. ഇന്നലെ നമ്മൾ കണ്ട കാര്യമാണ്. Then ഗവൺമെന്റ് എന്തിനാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇറ്റ് ഹാസ് ടു മീറ്റ് ഇറ്റ്സ് വേരിയസ് എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പൊ എക്സ്പെൻഡിച്ചർ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തുമാത്രം ജനങ്ങളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുവോ, സപ്പോസ് ദ ഗവൺമെന്റ് കളക്ട്സ് ടാക്സ് ഫ്രം മീ, ദാറ്റ് മീൻസ് ഐ വിൽ ബി ലെഫ്റ്റ് വിത്ത് ലോവർ ഡിസ്പോസിബിൾ ഇൻകം. നേരത്തെ 100 രൂപക്ക് 10 രൂപ ഗവൺമെന്റ് ടാക്സ് ചെയ്തിരുന്നു വെച്ചെങ്കിൽ ഇപ്പൊ അത് 15 രൂപ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ കൈവശം ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി പൈസ വെറും 85 രൂപ മാത്രമേ ഉള്ളൂ. സോ ടാക്സ് റേറ്റ് കൂടുന്തോറും ഓരോ വ്യക്തികളുടെയും കൈവശമുള്ള ഡിസ്പോസിബിൾ ഇൻകത്തിന് ഗണ്യമായിട്ട് കുറവ് വരുന്ന, ഡിക്രീസ് ഇൻ ദ ഡിസ്പോസിബിൾ ഇൻകം. സോ the third activity of the government mentioned, that is the production activities. So government engage on the collection of taxes. രണ്ടാമത് സബ്സിഡീസ് ടു ഹൗസ് ഹോൾഡ്സ്. മൂന്നാമത് എന്താണ് പറഞ്ഞത്? ക്യാരീസ് ഔട്ട് പ്രൊഡക്ഷൻ. ഇനി നമുക്കറിയാം എന്താണ് ഗവൺമെന്റിന്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദി ഗവൺമെന്റ് അണ്ടർടേക്സ് ഇൻവെസ്റ്റ്മെന്റ് ജസ്റ്റ് ലൈക്ക് ഫാംസ് ആൻഡ് അതർ ഇൻഡസ്ട്രീസ്. Government also, there are a large number of public sector PSUs, public sector undertakings, public sector units, PSUs, public sector undertakings. Okay, wherein the government has got a major part. The government is a major shareholder. 51% ഓഹരികൾ ഗവൺമെന്റിന്റെ കൈവശമാണെങ്കിൽ that can be termed as a public sector unit. കാരണം എന്താണ്? ഗവൺമെന്റിന്റെ മേജർ സേ. ബാക്കി സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഇതിന്റെ ഓഹരികളൊക്കെ ഉണ്ടാവും, പക്ഷെ 49% മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഗവൺമെന്റ് തീരുമാനം എടുക്കാം. കാരണം എന്താണ്? മെജോറിറ്റി ഓഫ് ദ ഷെയർസ് ആർ വിത്ത് ദ ഗവൺമെന്റ്. സോ ദ ഗവൺമെന്റ് അണ്ടർടേക്സ് ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഡിഫറെന്റ് ഹെഡ്സ്. നമ്മൾ പറഞ്ഞു, നമ്മൾ എന്ത് ഇട്ട് ഒരു G bar ഇട്ട്. All the expenditure on all the heads are assumed at the government expenditure, and that expenditure to be fixed, and therefore we give a symbol that is known as G bar. So when there is a balanced budget, what is a balanced budget? Surplus illa, deficit illa, that is a balanced budget. The multiplier is equal to 1. നമ്മൾ ആറാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. When there is a balanced budget, the multiplier is equal to 1. And എന്താണ് ഇതിന്റെ implication? That is that
if the government expenditure increases by change in government G, equilibrium output also will change by delta G. അപ്പോൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എത്ര മടങ്ങ് കണ്ട് വർദ്ധിക്കുന്നുവോ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും അത്ര കണ്ട് തന്നെ വർദ്ധിക്കുകയും ചെയ്യും. ദെൻ ഇപ്പൊ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നു. അപ്പൊ ഇത്രയും നാൾ നമ്മൾ റീകളക്ട് ചെയ്തതാണ്. ഐ ഹോപ്പ് യു ഹാവ് അറ്റ്ലീസ്റ്റ് റീകളക്റ്റഡ് സർട്ടൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് നൗ. കാരണം നമ്മൾ ഇത് എടുത്തപ്പോൾ ധാരാളം ഇക്വേഷൻസ് ഉണ്ടായി, highly confusing. Ipa, I hope those who are not good at mathematics, you will be able to follow what we have discussed so far. It's a very good thing. We are now changing the economy into an open economy. External sector is also included. The external sector means rest of the world. India കഴിഞ്ഞു ബാക്കി എല്ലാ രാജ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇന്ത്യ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ എക്സ്റ്റേണൽ സെക്ടറിൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ അനാലിസിസിലും there will be some changes, particularly in the changes in the equilibrium level of output. അപ്പോൾ പുതിയൊരു ഏജന്റിനെയും കൂടി നമ്മൾ ഉൾപ്പെടുമ്പോൾ there will be a changes in the analysis. Some changes will be required in the analysis, and particularly what will be the changes? Particularly the change in the equilibrium level of output. ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പോകുന്നത് 7.2, that is the types of flow in an open economy. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇക്കോണമി കഴിഞ്ഞു, റെസ്റ്റ് ഓഫ് ദ വേൾഡും കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ we have now started operating as an open economy. Still define what is an open economy. An open economy is one in which it has trade relations with the rest of the world. Otherwise, a closed economy is one. Now the room is closed, nobody can enter. Suppose if the room is opened, anybody can enter. That means our economy is now open. We have got trade relations with the rest of the world, and with there are, so a closed economy ആണെങ്കിൽ നമ്മൾ പറഞ്ഞു there will be no exports, there will be no imports, there will be no imports of goods and services, there will be no exports of goods and services. Therefore ഇതിപ്പോ പ്രത്യേകിച്ച് ഇപ്പോ ഈ നമ്മളുടെ ഈ മോഡേൺ വേൾഡിൽ ഈ ഒരു ഐഡിയ തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു രാജ്യം എക്സ്ക്ലൂസീവായിട്ട് കുതിര വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ആകാട് ഇങ്ങനെ നോക്കാതെ കൊണ്ടുപോകുന്നത് പോലെ we cannot no more rely on ourselves. We have to be interdependent. നമുക്ക് ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റില്ല. കാരണം there are so many things which we are not able to produce. We can produce, but the cost will be very high, which have been manufactured abroad. So imagine the case of a closed economy. Now countries trade with the other countries, and there are free flows of goods and services. കാരണം എന്താണ്, മുൻ വർഷത്തെക്കാൾ 1991 മുമ്പ് the tariff was very high, import duty was very high, export duty was very high. That means the exporters and the importers were actually discouraged. അത് നിരുത്സാഹപ്പെടുത്തുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പ് ഇവിടെ തന്നെ. പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് 150% ഡ്യൂട്ടി കെട്ടേണ്ടിയിരുന്നത്. 100 രൂപയുടെ ഒരു സാധനം പുറത്തുനിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ 150 രൂപ 250 രൂപ കൊടുക്കണം. നേരെ മറിച്ച് ആ സാധനം ചിലപ്പോൾ ഇന്ത്യയിൽ 125 രൂപക്ക് കിട്ടും. So to encourage the people to buy from within India, the goods that are actually being produced within our domestic economy, അവരെ ഡിസ്കറേജ് ചെയ്ത് from into the country, which is now open economy. അപ്പോൾ ഓപ്പൺ എക്കോണമിയിൽ പ്രധാനമായിട്ടുള്ള ഏജൻസികൾ ഏതെല്ലാമാണ്? നമ്മൾ ഒരാളെ കൂടെ കൂട്ടാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ നമ്മൾ പറയും റെസ്റ്റ് ഓഫ് ദ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയും. ഒറ്റ വാക്കിൽ പറയാം. അപ്പോൾ 4 ഏജന്റുമാരായി. ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ,
രണ്ടാമത്തെ ഫേംസ്, മൂന്നാമത് ഗവൺമെന്റ്. ഇന്നലെ വരെ നമ്മൾ അത് കണ്ട് നമ്മൾ എക്സ്റ്റേണൽ സെക്ടർ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ വേൾഡും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി നമ്മുടെ അനാലിസിസ് നടത്താൻ ഡിറ്റർമിൻ ചെയ്യാൻ എങ്ങനെയാണ് നമ്മളുടെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിൽ എന്തുമാത്രം വ്യത്യാസങ്ങൾ വരും. Then goods and services, they are actually sold to the external sector. അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്റ്റേണൽ റെസ്റ്റ് ഓഫ് ദ വേൾഡിലേക്ക് നമ്മൾ സാധന സേവനങ്ങൾ കയറ്റി എടുക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞത് എക്സ്പോർട്ട് എന്ന് പറയും. സിമിലർലി സാധന സേവനങ്ങൾ നമ്മൾ മറ്റ് രാജ്യത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഇമ്പോർട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് നമ്മൾ കുറക്കുമ്പോഴാണ് എന്താണ് ദാറ്റ് ഈസ് നോൺ ആസ് നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത്. സോ വെൻ വി സബ്ട്രാക്ട് ഇമ്പോർട്ട്സ് ഫ്രം എക്സ്പോർട്സ് വി ഒബ്റ്റെയിൻ നെറ്റ് എക്സ്പോർട്സ്. അതിൻ്റെ സിമ്പിളാണ് ENX അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ്. അപ്പോൾ നമ്മൾ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആകാം. എപ്പോഴാണ് പോസിറ്റീവ്? എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് നെറ്റ് എക്സ്പോർട്സ് പോസിറ്റീവ് ആകാം. നമ്മളുടെ രാജ്യത്ത് നിന്ന് ധാരാളം സാധന സേവനങ്ങൾ കയറ്റിയെടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഫിനിഷ്ഡ് കോളനൈസേഷൻ സമയത്ത് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, കോട്ടൺ, റോ കോട്ടൺ ഇതെല്ലാം അയച്ചെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആണ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ജെംസ് ആൻഡ് ജുവലറീസ്, അതേപോലെ തന്നെ സ്പൈസസ്, അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം പല സാധനങ്ങൾ നമ്മൾ മറ്റു രാജ്യത്തിലേക്ക് നമ്മൾ കയറ്റിയെടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മറ്റു രാജ്യത്ത് നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇന്ത്യക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും. നെറ്റ് എക്സ്പോർട്സ് പോസിറ്റീവ് ആയിരുന്ന തന്നെ എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഈ അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്ന പൈസ നമ്മൾ കൂടുതലും ചെലവാക്കുന്നത് നമ്മളുടെ ഓയിൽ റിക്വയർമെന്റ്സിനാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട്. മോർ ദാൻ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 84% ആണെന്ന് തോന്നുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നെറ്റ് എക്സ്പോർട്സ്, അതായത് ഇമ്പോർട്ട്സ് മൈനസ് എക്സ്പോർട്സ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നമ്മൾ പിന്നെ നെറ്റ് എക്സ്പോർട്സ് ഓൾസോ വിൽ ബി നെഗറ്റീവ്. ദെൻ ഇനി അടുത്തത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. നമ്മൾ യൂണിറ്റ് 2 പ്രധാനമായിട്ട് ഓരോ നമ്മൾ പിന്നെ കൺസെപ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ GDPയും അതേപോലെ തന്നെ GNPയും, ദാറ്റ് ഈസ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്, ഓപ്പൺ ഇക്കോണമിയിലുള്ള വ്യത്യാസം ഉണ്ടാകും. അതിൽ തന്നെ ഒന്നും കൂടെ നമുക്കൊന്ന് ഓർക്കുന്നതിന് വേണ്ടിയിട്ട് GDP എന്താണ് നമ്മൾ പറയാൻ, ദ GDP ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കേട്ടോ. ഇറ്റ് റിവേഴ്സ് ടു ദ അഗ്രഗേറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ അഗ്രഗേറ്റ് ഇൻകം ആൻഡ് ഓർ അഗ്രഗേറ്റ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ഡൊമസ്റ്റിക് റെസിഡൻസ് ആൻഡ് ഫോറിൻ നാഷണൽസ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. അപ്പൊ ഇന്ത്യയിൽ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഇന്ത്യയുടെ GDP ആയിട്ട് കണക്കാക്കാം. റെമിറ്റൻസസ് ഒക്കെ വേറെ ആയിരിക്കും. വിദേശത്ത് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ റെമിറ്റൻസസ് ഇവിടെ വരും. വിദേശത്തുള്ള ആളുകൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ റെമിറ്റൻസസ് അവരുടെ റെസ്പെക്റ്റീവ് രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അവിടെ റെമിറ്റൻസസിന്റെ അല്ല, ഇന്ത്യൻ റെസിഡൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നവും ഫോറിൻ നാഷണൽസ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നവും ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് നമ്മൾ പറയുന്നത് GDP എന്ന്, വിത്തിൻ ജോഗ്രഫിക്കൽ ടെറിട്ടറീസ് മീൻസ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത്. ഇനി അടുത്തത് GNP എന്താണ്? GNP ഇറ്റ് ഈസ് ദ അഗ്രഗേറ്റ് ഇൻകം അല്ലെങ്കിൽ അഗ്രഗേറ്റ് എക്സ്പെൻഡിച്ചർ ഓർ ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഓഫ് ദ സിറ്റിസൺസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ GNP മീൻസ് ഒരു രാജ്യത്തിന്റെ ജനങ്ങള് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ പറയുന്നത് GNP എന്ന് പറയുന്നത്. സപ്പോസ് സിറ്റിസൺ ഇൻ ഇന്ത്യ വർക്കിംഗ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ആളുകൾ പോയി ജോലി ചെയ്യണമെങ്കിൽ അവരുടെ വരുമാനം, അവരുടെ ഉൽപ്പന്നം അവർക്ക് തലേ ചോന്നിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. അവരുടെ ഉൽപ്പന്നം അവിടുത്തെ രാജ്യത്തിന്റെ GDP ആയിട്ട് കണക്കാക്കുകയും അവർക്ക് കിട്ടുന്ന പ്രതിഫലം അവരുടെ സ്വന്തം രാജ്യമായിട്ട് ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ അവർക്ക് റെമിറ്റ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ വിദേശത്തുള്ള പൗരന്മാർ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ
മൊത്തം ഉൽപാദനം GDP-യിൽ ഉൾപ്പെടുത്തുകയും പക്ഷേ അവരുടെ വരുമാനം അവരുടെ റെസ്പെക്റ്റീവ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യാം. റെമിറ്റൻസസ് അവർക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ജർമ്മനി ആൻഡ് വിത്തിൻ but it is not the part of GNP of India because it is not earned by the Indian citizens. There could be many other factors. അതുപോലെ സർവീസസ് ഉണ്ട്, കൺസൾട്ടൻസി ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ടൂറിസം ഉണ്ട്. That could be trading among the countries. The returns of these factors of productions are part of GNP of a country in which they originally belonged. അപ്പൊ ഏത് രാജ്യം ഇവിടെ നമ്മൾ പ്രധാനമാകാം. അതേപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നവും GDP ആയിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷെ അവർക്ക് കിട്ടുന്ന വരുമാനം അവരുടെ റെസ്പെക്റ്റീവ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. മനസ്സിലായോ? പക്ഷെ ദാറ്റ് ഈസ് നോട്ട് GDP, but that will be GNP. ഇവിടെ നമ്മൾ ഓർക്കുന്നുണ്ടാവും the net factor income earned from abroad. അതെന്താണത്? It is the income earned by the domestic factors of production in the foreign country minus the income earned by the foreign factors of production in the domestic country. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന വരുമാനം 1000 രൂപയാണെന്ന് വിചാരിക്കുക. വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന വരുമാനം ഒരു 800 രൂപയാണെന്ന് വിചാരിക്കുക. 1000 മൈനസ് 800 200 രൂപ. അത് നമ്മൾക്ക് കിട്ടുന്ന എന്താണ്? ഇറ്റ് ഈസ് എ സർപ്ലസ് എന്ന് പറയാം. അപ്പൊ GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഏൺഡ് ഫ്രം എബ്രോഡ്. ദെൻ ഇനി നമ്മുടെ ഇത് പറഞ്ഞ പോലെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ക്യാൻ ബി പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ദെൻ ഈ GDP-യും GNP-യും തമ്മിലുള്ള ഡിഫറൻസസും വ്യത്യാസവും അതുപോലെ തന്നെ ഹ്യൂജ് ആകാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് GDP may exceed GNP in countries where most production units are owned by the foreign multinationals. അപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ മൾട്ടിനാഷണൽ കമ്പനികളാണ് നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ GDP കൂടുതലായിരിക്കും. If there are a lot of multinational companies which are actually being operating in India, ഇന്ത്യയുടെ GDP ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. So that a large share of the income generated with the economy accrue to the foreigners. പക്ഷെ എന്താണ് അതിനകത്ത് നിന്ന് കിട്ടുന്ന ജനറേറ്റ് ചെയ്യുന്ന ഇൻകം that will go to the foreign country where the multinational companies headquarters എന്താണ് എവിടെയാണ് അങ്ങോട്ട് അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിലേക്ക് പോവുകയും ചെയ്യും. So all which have a sizable migrant population employed abroad. നമ്മുടെ മൈഗ്രന്റ് പോപ്പുലേഷൻ എംപ്ലോയിഡ് അബ്രോഡ് ആണെങ്കിൽ മനസ്സിലായോ? ദ ഇൻകം ദാറ്റ് ഈസ് ബീങ് ജനറേറ്റഡ് ഫ്രം എ കൺട്രി ഫ്രം ദാറ്റ് കൺട്രി ദാറ്റ് വിൽ ഗോ ടു ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ് വെയർ ദീസ് പീപ്പിൾ ഓർ ദീസ് വർക്ക് ഫോഴ്സ് ആക്ച്വലി ബീങ് ബിലോങ്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ഏൺഡ് ഫ്രം എബ്രോഡ് ഈസ് always positive, or it is positive for many years. കാരണം it was about 4.5% of GDP in 2019. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ഇവിടെ ഈ റീസെന്റ് ആയിട്ട് ഭൂട്ടാനിൽ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു, പിന്നെ പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടായി, ക്രാഷ് ഉണ്ടായിരുന്നു. അവിടെയും ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാരില്ലാത്ത എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അവിടെ അവരുണ്ട്. കേരളത്തിലെ ആളുകൾ പ്രത്യേകിച്ച് ഏതെല്ലാം നമ്മൾ കേൾക്കാത്ത രാജ്യങ്ങളുണ്ട് അവിടെ ചെന്നിട്ടുണ്ടോ? എൻ്റെ 2-3 ഫ്രണ്ട്സ് ഈ ഇടയ്ക്ക് ടൂറിന് പോയി, പല സ്ഥലത്തും ടൂറിന് പോയപ്പോൾ വരവേതേക്കോ കോളേജിൽ പഠിച്ചവരെ, കോളേജിൽ സീനിയറായിട്ട് പഠിച്ചവരെ, ചങ്ങനാശ്ശേരി പഠിച്ചവരെ, എറണാകുളത്ത് പഠിച്ചവരെ, ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. കാരണം നമ്മൾ അവരിങ്ങനെ പോകുമ്പോൾ മലയാളം പറയും. ഏതെങ്കിലും നടക്കുന്ന കൂടെ ഓപ്പോസിറ്റ് നടക്കുന്ന ആൾ കേൾക്കും, ഏയ് നിങ്ങൾ കേരളത്തിലെ ആളുകളാണ്, അപ്പോൾ പരിചയപ്പെട്ട എവിടെ പഠിച്ചാൽ ഇന്ന സ്ഥലത്താണ് പഠിച്ചത്, ഓ ഞാൻ അവിടെ പഠിച്ചത്, ഏത് വർഷമാണ്. They became friends. So net factor income from abroad is positive for many years. ഇനി അടുത്തത് ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. വാട്ട് ഈസ് ബാലൻസ് ഓഫ് trade? What is balance of payment? It is a systematic record of all economic transactions between one country and the rest of the world. That is balance of payment. Balance of trade means trade in എന്താണ് visible commodities, tangible commodities.
ബാലൻസ് ഓഫ് ട്രേഡ്. ഫിസിക്കലായിട്ട് കാണാൻ പറ്റാവുന്ന സാധനങ്ങളാണ് നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ്. ഒരു രാജ്യങ്ങൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം ഇൻ ഗുഡ്സ് ഓൺലി, ഫിസിക്കൽ ഗുഡ്സ് ഓൺലി, അല്ലെങ്കിൽ ടാഞ്ചിബിൾ ഗുഡ്സ് ഓൺലി, ദാറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്. അതാണ് നമ്മൾ പറഞ്ഞത് ബാലൻസ് ഓഫ് ട്രേഡ്. പക്ഷെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ്. അപ്പൊ അതിനകത്ത് കൺസൾട്ടൻസി ഉൾപ്പെടും, ടൂറിസം ഉൾപ്പെടും, ഇൻഷുറൻസ് ഉൾപ്പെടും, മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നു. അതിനെ പറഞ്ഞത് ഇൻവിസിബിൾസ്. നമുക്ക് ഫീൽ ചെയ്യാനോ ടച്ച് ചെയ്യാനോ പറ്റാത്ത സാധനങ്ങൾ വ്യാപാരങ്ങൾ നടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇന്നത്തെ പേപ്പർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിയിൽ 3 പ്രധാനപ്പെട്ട വലിയ ഈ പാസഞ്ചർ ഷിപ്പാണ് വന്നിരിക്കുന്നത്, ക്രൂയിസ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് പാസഞ്ചേഴ്സിനെക്കാട്ടിയും കൂടുതൽ 800 സിസ്റ്റം പാസഞ്ചേഴ്സ് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിയും കൂടുതൽ പിന്നെ ക്രൂ ആണ് ഈ ഷിപ്പുകൾ പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. ഇവിടെ എല്ലാം തന്നെ മനസ്സിലായി. ടൂറിസം കൊണ്ടുള്ള പ്രത്യേകത തന്നെ, ഓൾ ദീസ് പീപ്പിൾ ദേ ആർ ഓൾമോസ്റ്റ് റിച്ച് പീപ്പിൾ. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഹിന്ദുവിൽ പറഞ്ഞിരിക്കുന്നത്, ദേ ആർ വെരി റിച്ച് റിട്ടയർഡ് പീപ്പിൾ. So whenever they go, they find, ഇന്ത്യയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഈ കരകൗശല വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ it is a craze for them. They will buy different goods and so. അവർക്ക് ഇതേപോലത്തെ സാധനം അവിടെ കിട്ടൂല. അവിടെ കിട്ടിയാൽ തന്നെ ഇവിടുത്തെക്കാട്ടി ഇരട്ടി വില കൊടുക്കണം. അപ്പൊ ഈ ടൂറിസ്റ്റ് ഏജന്റുകൾ, they take them to Fort Kochi, they take them to Alapura, they take them to Punamadakayal, they take them to Mattancherry, old synagogue city, and they are actually thrilled in the sea. ഇതവിടുത്തെ ചെറിയൊരു പിന്നെ സംസ്ഥാനത്ത്, രാജ്യത്തിന്റെ ചെറിയൊരു സംസ്ഥാനത്ത് ഇത്രയില്ല കാര്യങ്ങൾ. കാരണം ഏത് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും they will like കേരള. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ എല്ലാം ഉണ്ട്. റോഡുകൾ, നല്ല റോഡുകളുണ്ട്, അതുപോലെ മോശം റോഡുകളുണ്ട്. ഹൈ റേഞ്ച് ഉണ്ട്, ഇടുക്കി തേക്കടി ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ റേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ വി ഹാവ് ലോട്ട് ഓഫ് സീ ഷോർ, ബീച്ചുകൾ ധാരാളമുണ്ട്. ഓരോ ബീച്ചുകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. So what a tourist want is all available within this small state. That's the reason കഴിഞ്ഞ 3 വർഷമായിട്ട് ടൂറിസ്റ്റുകളൊന്നും ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നു. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോൾ ആളുകളെ ഇങ്ങനെ ഈ മൃഗങ്ങളെ തുറന്നു വിട്ട പോലെയാണ് ആളുകൾ വരുന്നത്. ആദ്യമായിട്ടാണ് അറ്റ് എ ടൈം 3 ക്രൂയിസുകൾ, ഷിപ്പുകൾ പാസഞ്ചേഴ്സ് ആയിട്ട് ഇവിടെ അറ്റ് എ ടൈം വന്ന് ഇത് വരുന്നത്. അപ്പോ ബാലൻസ് ഓഫ് ട്രേഡ് നമുക്കിനി എന്താണെന്ന് നോക്കാം. ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ദെൻ എക്സ്പോർട്സ് നമുക്കറിയാം. എക്സ്പോർട്ട് ബ്രിങ്, നമ്മൾ രാജ്യത്തിന് മറ്റു രാജ്യത്തിലേക്ക് നമ്മൾ കയറ്റിയെടുക്കുമ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് ഫോറിൻ കറൻസി നമ്മുടെ രാജ്യത്തിലേക്ക് വരികയും ചെയ്യും ഇൻ ദ ഫോം ഓഫ് റെസീറ്റ്സ് ഫ്രം എക്സ്പോർട്സ്. പക്ഷെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ, നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോറിൻ കറൻസി കൊടുക്കണം. ചില രാജ്യങ്ങളായിട്ട് മാത്രമേ ഇപ്പൊ ഇറാഖായിട്ട് അല്ലെങ്കിൽ ഇറാനായിട്ടോ ഇറാഖായിട്ടുണ്ട് എന്തോ ഒരു എഗ്രിമെന്റ്, നിങ്ങൾ ഇന്ത്യൻ റുപ്പി ഞങ്ങൾക്ക് തന്നേച്ചു മതി. അതുപോലെ റഷ്യയായിട്ട് ഒരിടക്ക് ഒരു എഗ്രിമെന്റ് വന്നു. ദാറ്റ് മീൻ യു നീഡ് നോട്ട് ഗിവ് us ഫോറിൻ എക്സ്ചേഞ്ച്. കാരണം റഷ്യക്കെതിരായിട്ട് സാങ്ഷൻ, ഉപരോധം ഏർപ്പെടുത്തിയിരിക്കണേയാണ് റഷ്യ ഉക്രൈൻ വാറായിട്ട്. സാധാരണ നമ്മൾ ഒരു സാധനം ഇവിടുന്ന് കയറ്റി എടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് വേണ്ടത് എന്താണ്? ഒന്നിൽ ഫോറിൻ എക്സ്ചേഞ്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കണം. ചന്ദ്രശേഖരൻ പ്രൈം മിനിസ്റ്റർ ആയ സമയത്ത് ഫിസിക്കലായിട്ട് ഗോൾഡ് ഷിപ്പിൽ കയറ്റി UK-ലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. കാരണം നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വന്നപ്പോൾ, കമ്മി വന്നപ്പോൾ പല ആളുകളും പിന്നെ നമ്മൾ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായോ? സോ എക്സ്പോർട്സ് ഓൺ ദ അതർ ഹാൻഡ്, ഇമ്പോർട്സ് കോസ് ഫ്ലോ ഓഫ് മണി ആൻഡ് ഫ്രം ഇൻ ദ പേയ്മെന്റ് ടുവേർഡ്സ് ഇമ്പോർട്സ്. അപ്പൊ ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ട്. If exports and imports are equal, നമ്മൾ trade is equal, therefore a balance of trade ആയിരിക്കും. Then exports are not equal to imports, then exports are not equal to imports, then there is trade balance. അപ്പോൾ എക്സ്പോർട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ട്രേഡ് ബാലൻസ് ഉണ്ടാവും, എക്സ്പോർട്സ് കുറവാണെങ്കിൽ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എക്സ്പോർട്സും ഇമ്പോർട്സും നമ്മൾ വിഷ്വലൈസ് അബൌട്ട് എക്സ്റ്റേണൽ ട്രേഡ് ഇൻ ഗുഡ്സ് ആസ് ദീസ് ആർ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ ഗുഡ്സ്. ഇനി ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ടൻസി, ടൂറിസം, ഷിപ്പിംഗ്, ഇൻഷുറൻസ്, ഇതെല്ലാം ഈ ഇൻവിസിബിളിൽ പെടും. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് മീൻസ്
ഈ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡ്സും അതുപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഗുഡ്സും ഉൾപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഇൻവിസിബിളിലേക്ക് പോകുന്നത്. അതിനുശേഷം നമ്മൾ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കാണും. അതിനുശേഷം നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് നമ്മൾ കാണുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻവിസിബിൾ എന്താണ്? നമുക്കറിയാം ഇഷ്ടം പോലെ ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്കും പോയി ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാർ ധാരാളം ഫോറിൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറിൻ നാഷണൽസ് ഇന്ത്യയിലും വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് അവിടുത്തെ ചെലവ് കഴിഞ്ഞിട്ട് പണം അവർ ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യും ടു ദർ ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ ഇതിനെ പറഞ്ഞത് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് സെപ്പറേറ്റ്ലി. അതിനെ പറഞ്ഞത് റെമിറ്റൻസസ്. യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് അവരെ ഉറ്റവർക്ക് വേണ്ടിയിട്ട് അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതിന്. ദെൻ the payment towards trading services and remittance by migrant workers ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻവിസിബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം that invisible constitute also a major part of India's trade balance. Appa surplus in invisibles has helped India in closing a trade deficit substantially. Appo സാധനങ്ങൾ, അതായത് വ്യാപാരത്തിൽ ട്രേഡ് നടക്കുന്ന സമയത്ത് നമുക്ക് ഡെഫിസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്തത് മേക്കപ്പ് ചെയ്യുന്നത് ദാറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ സർപ്ലസ് ഇൻ സർവീസസ്. ഇപ്പൊ സാധനങ്ങൾ നമ്മൾ മറ്റു രാജ്യത്തേക്ക് നമ്മൾ കയറ്റി അയക്കുന്നില്ല എങ്കിലും പക്ഷെ സേവനങ്ങൾ കൂടുതൽ കയറ്റി അയക്കുന്നത് കാരണം, സർവീസസ് കൂടുതൽ കയറ്റി അയക്കുന്ന കാരണം നമ്മളുണ്ടാവുന്ന ബാലൻസ് ഓഫ് ട്രേഡിന്റെ ഡെഫിസിറ്റ്, വ്യാപാരത്തിലുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനുള്ള ഡെഫിസിറ്റ്, അത് ഒരുമാതിരി കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇത് നമ്മളുടെ എന്താണ് ഇൻവിസിബിൾസ് ആണ്. ഇനി കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും നമുക്കറിയാം. ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. എന്താണ് കറണ്ട് അക്കൗണ്ട്? അതായത് ഫ്ലോ ഓഫ് ഇൻകം ഫ്രം വൺ കൺട്രി ടു അനദർ. ഇറ്റ് ഈസ് ദ കറണ്ട് അക്കൗണ്ട് മീൻസ് ഇറ്റ് റെക്കോർഡ്സ് ദ ഫ്ലോ ഓഫ് വരുമാനം, ഇൻകം ഫ്രം ഒരു രാജ്യം തമ്മിൽ മറ്റു മണി ഒരു രാജ്യം തമ്മിൽ മറ്റു രാജ്യങ്ങളായിട്ട് കൈമാറ്റം നടത്തുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെയല്ല. ഇറ്റ് records the flow of capital and finance from one country to another. I hope you understand the difference. One is the flow of income and the other one is the flow of capital and finance. Then balance of trade and the balance of invisibles. നമുക്കറിയാം they are ഈ രണ്ട് ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് ഇൻവിസിബിളും എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് അതും ഇതുപോലെ തന്നെ ഡെഫിസിറ്റ് ആകാം, സർപ്ലസ്. അപ്പൊ ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് ഇൻവിസിബിളും ഇത് കൂട്ടിയെടുക്കുന്നതാണ് നമ്മൾ പറയുന്നത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഡെഫിസിറ്റ് ആകാം അല്ലെങ്കിൽ സർപ്ലസ് ആകാം. അപ്പൊ കറണ്ട് അക്കൗണ്ട് ബാലൻസ് മീൻസ് ബാലൻസ് ഓഫ് ട്രേഡ് പ്ലസ് ഇൻവിസിബിൾസ്. ഇനി അടുത്തത് capital account. Balance of payments also includes a capital account, that is transaction including cross-border purchase and sale of real estates and financial assets. Financial assets നമുക്കറിയാം shares, debentures, ബോണ്ടുകൾ, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ദെൻ the assets in question could be physical assets ആകാം, ലാൻഡ് ആകാം, ഫാക്ടറീസ് ആകാം, ഹൗസസ് ആകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് സ്റ്റോക്സ്, ബോണ്ടുകളാകാം. ദെൻ each transaction is received twice in a capital. You note that each transaction is recorded. Balance of payment always balances. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇത് ഡബിൾ എൻട്രി ആയിരുന്നു. ക്രെഡിറ്റും ഡെബിറ്റും ആയിട്ട് ഡബിൾ എൻട്രി ചെയ്യുന്ന കാരണം ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴും അത് ബാലൻസ് ചെയ്യുകയും ചെയ്യും. Recorded twice in the capital account as credit and again in the debit account as entry, thereby the two aspects of each transactions. Therefore, ഉദാഹരണമായിട്ട് പറയുന്നത് purchase of foreign financial assets such as foreign government bonds and shares of a foreign firm by a domestic resident involves an asset import. നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ഒരു അസറ്റ് ആണ്. therefore that is an asset. at the same time മേടിക്കുമ്പോൾ കുറെ പണം ക്യാപിറ്റൽ മറ്റു രാജ്യത്തേക്ക് കൊടുക്കണം. അപ്പൊ അത് കുറയ്ക്കുകയും വേണം. നമ്മൾ മേടിക്കുമ്പോൾ നമ്മളുടെ പേരിൽ വരികയും പക്ഷെ മേടിക്കുന്ന സാധനത്തിന് നമ്മൾ പണം കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ പണം നമ്മൾ മറ്റു രാജ്യത്തിലേക്ക് അത് ഫ്ലോ ചെയ്യണേ. അതുകൊണ്ടാണ് ഡബിൾ എൻട്രിയിൽ കൂടി ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴും ബാലൻസ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ്
ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് എക്സ്പോർട്സ്, വാല്യൂ ഓഫ് എക്സ്പോർട്സ് ഓഫ് ഇന്ത്യ എക്സീഡ്സ് വാല്യൂ ഓഫ് പിന്നെ എക്സ്പോർട്സ് ബൈ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ബൈ ഇന്ത്യ എക്സീഡ്സ് വാല്യൂ ഓഫ് എക്സ്പോർട്സ് ബൈ ഇന്ത്യ. അപ്പൊ നെറ്റ് എക്സ്പോർട്സ് എപ്പോഴാണ് ഇമ്പോർട്ട്സ് കൂടുതലും എക്സ്പോർട്ട് കുറവാണെങ്കിൽ നെറ്റ് എക്സ്പോർട്സ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എക്സ്ട്രാ ഇൻ ഓർഡർ ടു പേ ഫോർ ദിസ്, ഈ എക്സ്ട്രാ ഇമ്പോർട്ട്സ് നമ്മൾ ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് നെറ്റ് എക്സ്പോർട്ട്സ് ആയിരിക്കും. അപ്പോ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇന്ത്യ ഹാസ് ടു ബോറോ ഫ്രം ഫോറിൻ കൺട്രീസ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഫോറിൻ കറൻസി ഈസ് കമ്മിങ് ടു ഇന്ത്യസ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ മറ്റു രാജ്യത്തേക്ക് മറ്റു രാജ്യത്ത് നിന്ന് ഇത് വീട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കടം മേടിക്കും. അപ്പൊ കടം മേടിക്കുമ്പോൾ മനസ്സിലായോ, നമ്മുടെ അത്രയും പണം നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് എ ക്രെഡിറ്റ്. മറ്റു രാജ്യത്തേക്ക് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് എ ഡെബിറ്റ്. Therefore, borrowing some foreign currency is known as a credit in the capital account, where when interest is paid to the lender country on such a debt on an yearly basis, there is an outflow of capital from India. അപ്പോൾ ഡെറ്റ് സർവീസിങ്, അതായത് നമ്മൾ പഴയ കടത്തിന്റെ പലിശ കൊടുക്കുന്നതിനെ പറയുന്നത് ഡെറ്റ് സർവീസിങ്. ബഡ്ജറ്റ് 1-ാം തീയതി വരുന്നുണ്ട്. ഡെറ്റ് സർവീസിങ് എന്ന് പറഞ്ഞാൽ പഴയ കടത്തിന് നമ്മൾ കൊടുത്തു തീർക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റുകളെ പറയുന്നത് ഡെറ്റ് സർവീസിങ്. അതിനെ നമ്മൾ ഡെബിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യും കറണ്ട് അക്കൗണ്ടിൽ. അപ്പൊ when capital moves out of the country, it is a debit, and the other hand, when it is coming to an economy, it is known as a credit എന്ന് പറയുന്നത്. So investment made in Nigeria by Airtel will provide returns to Airtel on an yearly basis. That return will be counted as income for Airtel, and it will be shown as credit in the current account. Then capital account several heads and on external assistance, external commercial borrowing, short-term credit, banking capital, foreign investment and others. ഇതെല്ലാമാണ് നമ്മുടെ capital accountൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. The flows under which the above heads are in both directions. For example, ഉദാഹരണമായിട്ട് പറയാൻ, when we consider the capital account of India, foreign investment is in both directions. There are many foreign multinational companies which are investing in India. At the same time, there are also Indian multinational companies which are also investing in foreign countries. Therefore, the net amount under each of the above heads, thus we consider the net amount. അപ്പോൾ വിദേശത്ത് നിന്നുള്ള ഇന്ത്യയിലേക്ക് വിദേശത്ത് നിന്നുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപം നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ മൾട്ടിനാഷണൽ കമ്പനികൾ വിദേശത്ത് പോയി, റിലയൻസിലൊക്കെ ഇപ്പോൾ വിദേശത്ത് പോയി നിക്ഷേപം നടത്തുന്നുണ്ട്. ഈ രണ്ടും തന്നെ നമ്മൾ ഡിഫറൻസ് നമ്മൾ പറയുന്നത് നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ there is a time lag. ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് ടൈം ലാഗ് ഉണ്ട്. മനസ്സിലായോ? ഇന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ പൈസ കിട്ടൂല. ചിലപ്പോൾ 4 മാസം 5 മാസമൊക്കെ പിടിക്കും. അതേപോലെ തന്നെ ഇന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് ക്ലിയറൻസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരുമ്പോൾ കുറെ നാൾ പിടിക്കും. അപ്പോൾ ഇവിടുന്ന് പൈസ മറ്റു രാജ്യത്തേക്ക് കൊടുക്കാനായിട്ടും കുറെ സമയം എടുക്കും. യൂഷ്വലി ഇറ്റ് മേ ടേക്ക് about 6 months. ഇതിനെ പറഞ്ഞത് ടൈം ലാഗ് എന്ന് പറയുന്നത്. Therefore, in order to balance of payment, an account of entry for errors and omissions is included. ഈ ടൈം ലാഗ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് ടൈം ലാഗ് ഉണ്ട്, താമസമുണ്ട്. അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് ബഡ്ജറ്റിൽ ഒരു ഐറ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. അപ്പൊ ക്യാപിറ്റൽ ഇൻഫ്ലോസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസിനെക്കാട്ടും എക്സീഡ് ചെയ്യുമ്പോൾ ദ കൺട്രി ഹാസ് എ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ്, വെൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് എക്സീഡ് ഇൻഫ്ലോസ്, ഇറ്റ് ഹാസ് എ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ്. അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് all economic transactions between one country and the rest of the world. ഇനി നമ്മൾ ഒരു ടിപ്പിക്കൽ ബഡ്ജറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഡോളർ ടേംസിലാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓൾവേസ് ബാലൻസസ് ഈച്ച് അതർ സിൻസ് ഇറ്റ് ഈസ് ആൻ അക്കൗണ്ടിങ് ഐഡന്റിറ്റി. ദെൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് വി ടോക്ക് അബൌട്ട് ഓവറോൾ BOP സർപ്ലസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് ആകാം, മനസ്സിലായോ? ഡെഫിസിറ്റ് ആകാം, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആകാം. എപ്പോഴാണ് സർപ്ലസ് വരുന്നത്? വെൻ ദർ ഈസ് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആസ് വെൽ ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ്. രണ്ടാമത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ബട്ട് എ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ്, ദാറ്റ് ഈസ് എ ലാർജർ മാഗ്നിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞു ഡെഫിസിറ്റ് വിൽ ബി കോമ്പൻസേറ്റഡ് ബൈ
ടാഞ്ചിബിൾ ഗുഡ്സിൽ ഉണ്ടാവുന്ന ഡെഫിസിറ്റ് വിൽ ബി കോമ്പൻസേറ്റഡ് ബൈ ഇൻവിസിബിൾസ് എന്ന് പറയാം. മൂന്നാമത് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആൻഡ് റിലേറ്റീവ്ലി സ്മോളർ അക്കൗണ്ട് ക്യാപിറ്റൽ ഡെഫിസിറ്റ്. Then official reserve transaction ഉണ്ട്. Apart from transactions made by the private and government agents, the capital account of the balance of payment includes official reserve transactions. എന്താണ്? Change in the stock of foreign exchange reserves held by the central bank. നമുക്കറിയാം സെൻട്രൽ ബാങ്കിന്റെ അടുത്ത് നമ്മൾ സെൻട്രൽ ബാങ്ക് എടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കസ്റ്റോഡിയൻ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആണ്. 546 ബില്യൺ കഴിഞ്ഞ ഞായറാഴ്ചത്തെ പേപ്പറിൽ ഏകദേശം 546 ബില്യൺ റിസർവ് നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആണ്. അപ്പൊ എന്താണ്? when there is a balance of payment surplus, the country നമുക്ക് രാജ്യത്തിൽ കൂടുതൽ ഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ കൂടുതലായിട്ട് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആണെങ്കിൽ നമുക്ക് മറ്റു രാജ്യത്തേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കൊടുക്കുകയും അങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ ഗണ്യമായിട്ട് കുറഞ്ഞു പോവുകയും ചെയ്യും. ദെൻ ഓപ്പൺ ഇക്കോണമിയുടെ ചില പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്താണ്? ഒന്ന്, ഏത് സാധനവും നമുക്ക് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. And we can consume a variety of goods, even those produced, even those not produced. മനസ്സിലായി? ഇന്ന് നമ്മുടെ കയ്യിലെല്ലാം നോക്കിയും മറ്റേ സാംസങ്ങും മറ്റേ എല്ലാം ഫ്രിഡ്ജും മൊബൈൽ ഇതെല്ലാം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം that is because of the economy has been opened. Then നമ്മൾ മാംഗോസ് മറ്റു രാജ്യത്തിൽ ഇമ്പോർട്ട് ചെയ്യും. കീവീസ് അതൊരു പർട്ടിക്കുലർ ബേർഡാണ്, ന്യൂസിലാൻഡ് ഒരു പർട്ടിക്കുലർ ബേർഡാണ്. അത് നമ്മൾ നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ദെൻ റോ മെറ്റീരിയൽസ് നമുക്ക് വേണമെങ്കിൽ മറ്റു രാജ്യത്തിലേക്ക് നമുക്ക് കളക്ട് ചെയ്യാം, ടെക്നോളജി കളക്ട് ചെയ്യാം, ക്യാപിറ്റൽ ഗുഡ്സ് കളക്ട് ചെയ്യാം, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ ഇമ്പോർട്ടഡ് ടു അവർ കൺട്രി. തേർഡ് വൺ, the country can export its goods and services and thereby an expansion in market and ഇവിടെ മാത്രമല്ല വിദേശത്തേക്ക് കയറ്റി അടക്കാം. അങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡ് നമുക്ക് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യാം. പക്ഷേ എപ്പോഴാണ് നമുക്ക് റിസ്ക് വരുന്നത്? മനസ്സിലായോ? മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ whenever they face some risk അത് നമ്മൾ അഫക്റ്റ് ചെയ്യും. ഇപ്പൊ ഇന്ത്യയിൽ അവർ പറയുന്നത് യാതൊരു കാരണവശാലും റിസഷൻ വരാൻ സാധ്യതയില്ല. പക്ഷെ റിസഷൻ വരും. എന്തുകൊണ്ടാണ്? ലോക രാജ്യങ്ങൾ, പ്രധാനമായിട്ട് വലിയ ലോക രാജ്യങ്ങൾ അമേരിക്ക, UK, ഫ്രാൻസ് ഇതുപോലത്തെ രാജ്യങ്ങളിൽ വരുന്നത് കൊണ്ട് മാന്ദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയും അത് ഏകദേശം ബാധിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത് നെറ്റ് എക്സ്പോർട്സ്. ചെറിയൊരു പോർഷനാണ് എടുക്കാനുള്ളത്, നെറ്റ് എക്സ്പോർട്സ്. കേട്ടോ, നെറ്റ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഏജന്റ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദസ് വാല്യൂ ഓഫ് നെറ്റ് എക്സ്പോർട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ആൻഡ് എക്സ്പോർട്സ് അറിയാം ലീഡ് ടു എക്സ്പാൻഷൻ. കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. കാരണം ഇന്ത്യയിൽ മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്, മറ്റ് രാജ്യങ്ങളിലും ഉപയോഗിക്കും. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഗണ്യമായിട്ട് വർദ്ധിക്കും എക്സ്പോർട്ട് കൂടുമ്പോൾ. ദർഫോർ എല്ലാ രാജ്യവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് എക്സ്പോർട്ട് കൂട്ടാനാണ്. കാരണം എന്താണ്? അവരുടെ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഗണ്യമായിട്ട് കൂടുകയും ചെയ്യും. ഹൗ മച്ച് എ കൺട്രി ക്യാൻ എക്സ്പോർട്ട് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ കൺട്രി ദാറ്റ് റിസീവ്സ്. ഒരു ദരിദ്ര രാജ്യമാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ രാജ്യത്തിലേക്ക് കൂടുതൽ കയറ്റിയെടുക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് അമേരിക്ക പോലത്തെ ഉള്ള സമ്പന്ന രാജ്യങ്ങളിലാണെങ്കിൽ എക്സ്പോർട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ മറ്റു രാജ്യത്തേക്ക് കയറ്റിയെടുക്കുകയും ചെയ്യാം. ദെൻ exports are to be exogenously determined. That means exports don't depend upon the output level of the domestic economy. The behavior of imports, however, is different. Appa exports do not depend upon the output level of the domestic economy. ഇവിടെ കൂടുതൽ ഡൊമസ്റ്റിക് ഇക്കോണമിയിൽ ഔട്ട്പുട്ട് കൂടുതലെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഇമ്പോർട്ട് അങ്ങനെയല്ല. ഔട്ട്പുട്ട് ലെവൽ ഇൻക്രീസസ് ഇൻ ദ കൺട്രി, ദർ ആർ റിക്വയർമെന്റ്സ് ഫോർ മോർ ഇമ്പോർട്ട്സ്. ഇപ്പോൾ ഒരു രാജ്യത്തിൽ ഉൽപാദനം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് സാധന സേവനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യും. Therefore എന്താണ്? We assume that imports are the proportion of output. M is import, that is the proportion of output, that is known as import. Then നമ്മൾ ഇമ്പോർട്ട്സിന്റെ എക്സ്പോർട്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് എക്സ്പോർട്സ്. ആൻഡ് വി ഫൈൻഡ് ദാറ്റ് നെറ്റ് എക്സ്പോർട്സ് ഈസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട്. ദാറ്റ് മീൻസ് when Y is low, net exports will be positive. When because X is greater than M, and when Y is
അതായത് total production is high, then net exports will be negative because M is greater than X. Then exports imports determine ചെയ്യുന്ന മറ്റൊരു ഭാഗമുണ്ട്, that is the value of the domestic currency. ഇനി കറണ്ട് ഡെപ്രീസിയേഷൻ 70 രൂപ. നേരത്തെ നമ്മൾ 1 രൂപ $1 നമുക്ക് കൊടുത്തിട്ട് നമുക്ക് $1 കൊടുത്തിട്ട് അവർക്ക് 70 രൂപയുടെ സാധനമേ കിട്ടുള്ളൂ. ഇപ്പോൾ അവർക്ക് 1 രൂപ കൊടുത്തിട്ട് കിട്ടും, പിന്നെ $1 ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് 75 രൂപയുടെ സാധനം കിട്ടും. ഇപ്പോൾ 81 രൂപ സംതിങ് ആണ് $1 ഇന്ത്യയുടെ മൂല്യം, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം. നേരത്തെ 70 രൂപയായിരുന്നെങ്കിൽ $1 കൊടുക്കുമ്പോൾ 70 രൂപയുടെ സാധനം അവർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ $1 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 81 രൂപയുടെ സാധനം കിട്ടും. അങ്ങനെ പറഞ്ഞത്, അങ്ങനെ വാല്യൂ ഓഫ് മണി കുറഞ്ഞു പോകുന്നതിനെ പറയുന്നത് ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് മണി കുറഞ്ഞു പോകുന്നത് ഡെപ്രിസിയേഷൻ, വാല്യൂ ഓഫ് മണി കൂടി വരുന്നത് എന്താണ്, അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഡെപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി പറഞ്ഞിരിക്കുന്നത്. ദെൻ ദാറ്റ് നെറ്റ് എക്സ്പോർട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡൊമസ്റ്റിക് ഔട്ട്പുട്ട് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. മനസ്സിലായോ? അമേരിക്കൻ കറൻസിയും ഇന്ത്യൻ കറൻസിയും നമ്മൾ എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഔട്ട്പുട്ടിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത്. ആസ് ഡൊമസ്റ്റിക് ഔട്ട്പുട്ട് ഇൻക്രീസസ് there is a decline in net exports. Depreciation of domestic currency leads to an increase in net exports. Similarly, appreciation in domestic currency. Then equilibrium in the open economy. Now we are going to have an equilibrium where ആദ്യം നമ്മൾ പറഞ്ഞു AD is equal to C plus I plus G. അവിടെ നമ്മൾ കൺസംഷൻ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പറഞ്ഞു. 4 സെക്ടർ മോഡലിൽ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ ഉൾപ്പെടുത്തി, ദാറ്റ് ഈസ് നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയും. അപ്പോൾ ആഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു C plus I plus G plus NX, which narrows down the increase in output. ഒരാളും കൂടെ കയറി വന്നു, അപ്പോൾ ഔട്ട്പുട്ട് പിന്നെ ഇത് ഉപയോഗിക്കാൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും എന്താണ്, നാരോസ് ഡൗൺ ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ ഇതുണ്ട് ഒറിജിനൽ ആയിട്ടുള്ള AD അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട്. ഇവിടെ ഗവൺമെന്റ് 3 സെക്ടർ മോഡലിൽ C plus I plus G, പക്ഷെ നമ്മൾ ഒരു ഇതും കൂടെ കൂടിയപ്പോൾ നേരത്തെ ഉള്ള 3 സെക്ടറിലുള്ളതിൽ നമ്മൾ C plus I plus Gയും C plus പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് AD1ഉം AD2ഉം പാരലായിരുന്നു. ഇവിടെ അതല്ല, പാരലല്ല, ഇറ്റ് ഈസ്. കാരണം എന്താണ് അത് പറയുന്നത്? It is because the net exports curve is a downward sloping curve. Therefore, the gap between C plus I plus G and C plus I plus G plus NX, it narrows down. അത് കാരണം നമ്മൾ ഇത്ര നേരം നമ്മൾ കണ്ടത്, അതായത് AD1ഉം AD2ഉം പാരലായിരുന്നു. പിന്നെ നമ്മുടെ ഇക്വലിബ്രിയത്തിൽ വ്യത്യാസം വരുമ്പോൾ അതനുസരിച്ച് അത് രണ്ടും പാരലായിട്ടാണ് നീങ്ങിയെന്ന്. ഇവിടെ അങ്ങനെയല്ല, ഇറ്റ് ഈസ് നോട്ട് പാരലൽ. കാരണം എന്താണ്, നെറ്റ് എക്സ്പോർട്ട് കർവ് ഈസ് എ ഡൗൺവേർഡ് സ്റ്റോപ്പിംഗ് കർവ് ആൻഡ് ദെർഫോർ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ C plus I plus G and C plus I plus G plus NX net exports narrows down. So when there was no external sector, the equilibrium was Y1. External sector ഇല്ലാത്ത സമയത്ത് Y1 ആയിരുന്നു. But when external sector was also added, when we opened up the economy, there is an increase in equilibrium output, that is from Y1 to Y1. Y1 ൽ നിന്ന് Y1 2 ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്ത്. കാരണം എന്താണ്, നമ്മൾ we also included this particular നെറ്റ് എക്സ്പോർട്സ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തുള്ള ഇതിൻ്റെ സമ്മറിയാണ് പറയുന്നത്. ഒന്നുമില്ല, ട്രേഡ് ബാലൻസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ഓഫ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ട്രേഡ് ബാലൻസ് നമ്മൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആകാം. Then we add net invisibles or remittances to the trade account. We obtain current account. Okay. Then in addition to the current account, there is also capital account, which records the flow of capital and finance of the country under consideration. When current account and capital account are actually vague. Okay. Thanks a lot. Tomorrow we'll see with a new one. Our lessons are getting over. I think 2 more classes. With that, we will be able to complete. Thank you.